അബിയല്ലേ? ഞാൻ ജിൻസിയുടെ ബ്രദറാ. ആരടാ നിന്റെ ഏട്ടൻ? പന്ന നിനക്ക് പ്രേമിക്കാൻ എന്റെ പെങ്ങളെ മാത്രം കിട്ടുള്ളൂടാ. നീ അവളെ പൊക്കും അല്ലടാ. അവളെ കിട്ടുമെന്നോർത്ത് സ്വപ്നം കണ്ട് നടക്കുമായിരിക്കും. ഞങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ നടത്തൂലടാ. ശരിയാക്കി തരാടാ. നിന്നോട് ഞാൻ പറഞ്ഞു, ആരടാ നിന്റെ ഏട്ടൻ? നീ ഒരു പറയണടാ. നീ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലടാ. നീ ജീവിക്കണ്ട, അതാ നല്ലത്. ഒരൊറ്റ മണിക്കൂർ നിന്നെ ഞങ്ങൾ പൊക്കിയിരിക്കും. നീ ജീവിക്കണോ വേണ്ടേന്ന് ഞങ്ങൾ തീരുമാനിക്കും. കേട്ടോ? താറവാടിന്റെ മാനം കളയാൻ ജനിച്ച സന്തതി ഇറങ്ങി പോടാ എന്റെ മുമ്പ്. നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്നോട് ഈ കാര്യം പറയാൻ? അപ്പ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഒന്നിച്ച് ജീവിക്കാന്ന് ഞാൻ വാക്കുകൊടുത്ത. എനിക്ക് അവളെന്ന് പറഞ്ഞ ജീവനാ. അപ്പൊ ഞാൻ നിനക്ക് ആരുമല്ല അല്ലേ? അമ്മയില്ലാത്ത കൊച്ചല്ലേ എന്നറിയിക്കാതെ അച്ഛനും അമ്മയുമായിട്ടല്ലേ നിന്നെ ഞാൻ വളർത്തിയത്? എന്നിട്ട് നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഈ അപ്പയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ? ഈ പൂജാരി പണി കൊണ്ട് നിന്നെ പഠിപ്പിച്ച് വളർത്തിയതിനുള്ള പ്രതിഫലമാണോടാ ഇത്? അവളെ ഞാൻ അത്രക്ക് ഇഷ്ടപ്പെട്ടു പോയപ്പ. അപ്പാ അപ്പാ പ്ലീസ് അപ്പാ, എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ലപ്പ. ഞാൻ മരിച്ചു കളയപ്പ. എഴുന്നേൽക്കടാ. എനിക്ക് നീ മാത്രമല്ലേടാ ഉള്ളൂ. നീ മരിച്ചാൽ പിന്നെ എനിക്ക് ആരാടാ ഉള്ളേ? നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ. ഞാനൊന്നിനും എതിരല്ല. എനിക്കെന്റെ മകൻ വേണം. എനിക്കെന്റെ മകൻ മാത്രം മതി. ഹലോ, അബിയല്ലേ? ഹലോ, ആരാ? ഞാൻ ജിൻസിയുടെ ബ്രദറാ. ആ ഏട്ടാ പറയൂ. ആരടാ നിന്റെ ഏട്ടൻ? പന്ന മോനെ, നിനക്ക് പ്രേമിക്കാൻ എന്റെ പെങ്ങളെ മാത്രം കിട്ടുള്ളൂടാ. നീ അവളെ പൊക്കും അല്ലടാ. അവളെ കിട്ടുമെന്നോർത്ത് സ്വപ്നം കണ്ട് നടക്കുമായിരിക്കും. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. അവളില്ലാത്ത ജീവിതം എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. നീ ജീവിക്കണ്ട, അതാ നല്ലത്. ഒരൊറ്റ മണിക്കൂർ നിന്നെ ഞങ്ങൾ പൊക്കിയിരിക്കും. നീ ജീവിക്കണോ വേണ്ടേന്ന് ഞങ്ങൾ തീരുമാനിക്കും. കേട്ടോ? ഞാൻ ജിൻസിയുടെ ബ്രദറാ. ആരടാ നിന്റെ ഏട്ടൻ? ആരടാ ജീവിക്കണ്ട, അതാ നല്ലണ്ട. ഒരൊറ്റ മണിക്കൂർ പൊക്കിയിരിക്കും. ഞങ്ങൾ പൊക്കിയിരിക്കണോ വേണ്ടേന്ന് ജീവിക്കണോ വേണ്ടേന്ന്. കേട്ടോ? നീ അബിയെ വിളിക്കേ. ആ ചെക്കനൊക്കെ പേടിച്ചിരിക്കുക. നീ വിളിച്ചു പറ നമ്മളെ വിളിച്ചെന്ന്. നാളെ മണവാളനാവാൻ ചെക്കനാ. ഒന്ന് പേടിക്കട്ടെ. പേടി നല്ലതാ. എന്നാലും അത് ശരിയല്ല. വിളിക്കടാ. ഒരു എന്നാലും ഇല്ല. അവനൊരു ലോല ഹൃദയന വല്ല കടുങ്ങയും ചെയ്യൂട്ടാ. ഏയ് അങ്ങനെ ചെയ്യൂ? ഇത് പണിയാവൂട്ടാ. നമ്മൾ സാധാരണ കല്യാണത്തിന് കൊടുക്കാറുള്ള പണിയില്ലേ, അതായിട്ട് അങ്ങോട്ട് കരുതിയാ മതി. വഹാബേ, എന്തായിടാ കാര്യങ്ങൾ? എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ രാത്രി 10 മണി ആവുമ്പോഴേക്കും നമ്മൾ ഇറങ്ങുന്നു. നേരെ അബിയുടെ വീട്ടിൽ ചെന്ന് അവനെയും കൂട്ടി ജിൻസിയെ പൊക്കുന്നു.
രണ്ടുപേരെ രാത്രി ഇറക്കിക്കൊണ്ടുവന്ന് രാവിലെ രജിസ്റ്റർ ഓഫീസിലേക്ക്. എല്ലാം ശുഭം. ഓക്കെ 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 നീ അബിയെ ഒന്ന് വിളിച്ചു പറ, എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. രാത്രി 10 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തുന്നു. ഓക്കെ. എപ്പോഴായിരുന്നു? എന്താ സംഭവിച്ചേ? നല്ലൊരു പയ്യനായിരുന്നല്ലോ. എന്ത് പറയാനാ, പിള്ളേരെ ഒരു കുത്തിക്കഴപ്പേ. ഇപ്പൊ എന്ത് നല്ല കാര്യം നടന്നാലും ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. കല്യാണമായാലും എന്തായാലും കുറെ അവന്മാരുണ്ടും. മറ്റടുത്ത പോയപ്പോ ആർക്ക് പോയി, എല്ലാം തമാശയുള്ളോ തമാശ.